രചന ഗംഗോത്രി. കഥ അവതരണം സ്മിത രാജൻ പാല. ഭാഗം 62. വിഷ്ണുവും കാഞ്ചനയും ഒക്കെ നേരെ വില്ലയിലേക്കാണ് വന്നത്. അവിടെ അവരെ സ്വീകരിക്കാനായി പാർവതിയും രാഘവനും ഉണ്ടായിരുന്നു. രാമേട്ടനാണ് അവരെ കൂട്ടിക്കൊണ്ടു വന്നത്. കാഞ്ചനയും കാവേരിയും കാറിൽ നിന്നിറങ്ങി. ഇവരാണ് ഇനി നമ്മുടെ അച്ഛനും അമ്മയും, വിഷ്ണു അവരോട് പറഞ്ഞു. അത് കേട്ട് രാഘവനും പാർവതിയും അവരെ പുഞ്ചിരിയോടെ നോക്കി. പാർവതി 3 പേരെയും നോക്കി കൈകൾ നീട്ടി. അവർ 3 പേരും കൂടി പാർവതിയുടെ നെഞ്ചിനോട് ചേർന്ന് നിന്നു. രാഘവൻ അവരുടെ തലമുടിയിൽ തഴുകി. മക്കൾ വാ, ക്ഷീണം ഉണ്ടാകുമല്ലോ, എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും അമ്മ കഴിക്കാൻ എടുത്തു വയ്ക്കാം. സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലെ തന്നെയാണ് അവർക്ക് തോന്നിയത്. സ്വപ്നത്തിൽ എപ്പോഴോ അങ്ങനെ ഒരു വീടും അച്ഛനും അമ്മയും ഒക്കെ കണ്ടതുപോലെ കാവേരിക്ക് തോന്നി. വിഷ്ണുവിന് ആശുപത്രിയിലേക്ക് പോകാൻ തിടുക്കമായി. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച് അവൻ വേഗം ആശുപത്രിയിലേക്ക് പോകാനായി ഒരുങ്ങി. കാവേരിയും കാഞ്ചനയും കാവ്യയും കൂടി അവൻ്റെ പിന്നാലെ ചെന്നു. ഞങ്ങളും കൂടി വരാം ഏട്ടാ. അവൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവർ വേഗം കാറിൽ കയറി. റൂമിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് ഗംഗ കണ്ണു തുറന്നത്. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കാർത്തിക നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ വേഗം വസ്ത്രങ്ങളൊക്കെ ശരിയാക്കി കണ്ണാടിയിലേക്കൊന്ന് നോക്കി. പിന്നെ മെല്ലെ വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്നവരെ കണ്ട് അവളുടെ മുഖം വിടർന്നു. ഏട്ടാ. അവൾ വേഗം വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ബാക്കിയുള്ളവരെയും. ഞാൻ രാമേട്ടനോട് പറഞ്ഞതാ നിങ്ങളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണമെന്ന്. യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, ഒന്ന് റെസ്റ്റ് എടുക്കുക പോലും ചെയ്യാതെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവൾ പരിഭവത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും കാർത്തിയും എഴുന്നേറ്റു. വിഷ്ണു വേഗം കാർത്തിയുടെ അരികിലേക്ക് ചെന്നു. ഡാ, നിനക്ക് വേദനയുണ്ടോ? നീ ഉറങ്ങിക്കോ, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. കാർത്തി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എൻ്റെ പൊന്നു വിഷ്ണു, എനിക്കൊരു കുഴപ്പമില്ല, ഒരു ചെറിയ മുറിവ്, അത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ കൂടി ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞതാ. ഇവള് സമ്മതിക്കണ്ടേ? ഇവിടെ ഇങ്ങനെ കിടന്ന് ഞാൻ മടുത്തടാ. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്നാണ് ഇവൾ പറയുന്നേ. ഇവിടെ ഈ ആശുപത്രിയിൽ ഇങ്ങനെ കിടന്നാൽ ആർക്കാ ക്ഷീണം തോന്നാത്തത്? നീ ഡോക്ടറോട് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വിട്, നമുക്ക് അങ്ങോട്ട് പോകാം. നീ ആദ്യം ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുക, കാർത്തി ദയനീയമായി പറഞ്ഞു. അപ്പോഴേക്കും കാവേരി നഴ്സ് സ്റ്റേഷനിൽ പോയി ഒരു സ്റ്റെത്ത് വാങ്ങി വന്നു. അവൾ വേഗം കാർത്തിയുടെ അരികിലേക്ക് വന്ന് അവനെ പുതപ്പിച്ചിരുന്ന പുതപ്പ് മാറ്റി അവനെ പരിശോധിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് വന്നേ, ഏട്ടൻ ഒരു കുഴപ്പമില്ല, മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കോളും, ഇഞ്ചക്ഷനൊന്നുമില്ല, ഇനി ഓറൽ മെഡിസിൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രസ്സിംഗ് ഒക്കെ അത് ഞാൻ ചെയ്തോളാം. ചേച്ചി പെണ്ണ് വെറുതെ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. വിഷ്ണുവേട്ടൻ ഡോക്ടറോട് പറഞ്ഞിട്ട് വാ, വേണമെങ്കിൽ ഞാനും വരാം, കാവേരി പറഞ്ഞു. ഗംഗയുടെ മുഖത്ത് അപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. മറ്റെന്ത് പ്രശ്നവും അവൾ നേരിടും, പക്ഷെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ തളർന്നു പോകും. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. കാർത്തിയേട്ടൻ്റെ അമ്മയും അപ്പയും തിരിച്ചു അമേരിക്കയിലേക്ക് പോയി അല്ലേ? കാവ്യ ചോദിച്ചു. അവർ പോയി, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ 2 പേരും കൂടി ഇങ്ങ് പോരും. അവിടുത്തെ ബിസിനസ്സൊക്കെ നോക്കി നടത്തണമെങ്കിൽ അപ്പയെ കൊണ്ടേ പറ്റൂ. അമ്മ കൂടെ ഇല്ലാതെ അപ്പയ്ക്കാണെങ്കിൽ ഒന്നിനും പറ്റത്തുമില്ല, കാർത്തി പറഞ്ഞു. ഡോക്ടറോട് സംസാരിച്ച് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയാക്കി. വൈകുന്നേരം തന്നെ അവർ വീട്ടിലേക്ക് പോന്നു. ആദ്യം അവർ വില്ലയിലേക്കാണ് പോയത്. കാവേരിയും നിർബന്ധിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ആദ്യത്തെ ദിവസം എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചു. ഗംഗ വീട്ടിൽ നിന്ന് 2 ജോലിക്കാരെ വില്ലയിലേക്ക് വിട്ടിരുന്നു. അവർ വില്ലയുടെ മുമ്പിൽ എത്തിയപ്പോൾ രാമേട്ടൻ അവിടെ ഗേറ്റിൽ എന്തൊക്കെയോ ഒട്ടിക്കുന്നുണ്ട്. ആഹാ, വില്ലയ്ക്ക് പുതിയ പേരിട്ടല്ലോ, സന്തോഷത്തോടെ വിഷ്ണു പറഞ്ഞു. പാർവതി നിലയം. വിഷ്ണു ഉറക്കെ ആ പേര് വായിച്ചു. വില്ല ഞാൻ അമ്മയുടെ പേരിലേക്ക് മാറ്റിയിരുന്നു, അതുകൊണ്ടാണ് പേരും മാറ്റിയത്, ഗംഗ എല്ലാവരോടും പറഞ്ഞു. അവർ അകത്തേക്ക് ചെന്നപ്പോൾ പാർവതിയും രാഘവനും ജോലിക്കാരോടൊപ്പം അടുക്കളയിലായിരുന്നു. അവർ വന്നതറിഞ്ഞ് പാർവതി വേഗം കാർത്തിയുടെ അരികിലേക്ക് വന്നു. മോനെ, ഈ അമ്മയോട് പൊറുക്കില്ലേ? ഈ അമ്മയുടെ വയറ്റിൽ പിറന്നവനാണ് മോനെ. അവർ വിതുമ്പലോടെ പാതിയിൽ നിർത്തി. കാർത്തി അവരെ ചേർത്ത് പിടിച്ചു. പിന്നെ അവരുടെ നെറുകയിൽ ചുംബിച്ചു. എന്നോടമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതാ എനിക്ക് വിഷമം. എനിക്കമ്മ അറിയില്ലേ? ഗംഗ അവനെ മുറിയിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരം എല്ലാവരും TV-യിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാമചന്ദ്രൻ്റെ MLA സ്ഥാനം നഷ്ടമായി എന്ന് ന്യൂസ് കണ്ടത്. പാർവതി അമ്പരപ്പോടെ രാഘവനെ നോക്കി. പക്ഷേ 2 പേരും ഒന്നും മിണ്ടിയില്ല. അതിൻ്റെ കാരണങ്ങൾ പിന്നാലെ കാണിക്കുന്നുണ്ടായിരുന്നു. അതാരോടോ കൈക്കൂലി വാങ്ങിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. പാർവതിയുടെ മുഖത്തൊരു സങ്കടം നിഴലിച്ചു.
രാഘവൻ അത് ശ്രദ്ധിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം, അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. 7 മണിയായപ്പോൾ എല്ലാവരും ഹാളിൽ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. വേലക്കാരി ചെന്ന് വാതിൽ തുറന്നു. പരിചയമില്ലാത്ത ആരൊക്കെയോ അവിടെ നിൽക്കുന്നുണ്ട്. ആരാ? അവൾ ചോദിച്ചു. ആരാന്നോ? ഞങ്ങളോടോ? നീ ഇവിടുത്തെ വേലക്കാരിയാ അല്ലേ? ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. അയാൾ അതും പറഞ്ഞ് അകത്തേക്ക് കയറി. പിന്നാലെ ബാക്കിയുള്ളവരും. അത് രാമചന്ദ്രനും ജലജയും രവിയും രേവതിയുമായിരുന്നു. ഗംഗ പാർവതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. കാർത്തി അവിടെ ഉണ്ടായിരുന്ന സെറ്റിയിൽ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ അവരവരുടെ ചുറ്റിലും ഇരിപ്പുണ്ട്. അപ്പോഴാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ജലജയും രേവതിയും അവരുടെ അരികിലേക്ക് വന്നത്. ജലജയെ കണ്ടതും ഗംഗയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. തുടരും.